അങ്ങനെ മലയാളി ആഗ്രഹിച്ചത് സംഭവിച്ചു. ദിലീപ് അറസ്റ്റ്. ഒരു മനുഷ്യന്റെ കൂടി പതനം കാണാൻ ആഗ്രഹിച്ച എല്ലാവർക്കും നല്ല ഉറക്കം കിട്ടട്ടെ. ശുഭരാത്രി. ഒരുത്തൻ കൂടി നശിച്ചല്ലോ, എന്തൊരു മനസ്സുഖം. ഇതിനിടയ്ക്ക് മറ്റു ചില കാര്യങ്ങൾ ഓർത്തുപോകുന്നു. ഇന്നാട്ടിലെ നിരവധി പാവപ്പെട്ടവർക്ക് വീട് വച്ച് നൽകാൻ ദിലീപ് തുടക്കമിട്ടത്, സിനിമാ രംഗത്ത് അവശത അനുഭവിക്കുന്ന നിരവധി ആളുകൾക്ക് സാമ്പത്തിക സഹായം നൽകിയത്, അങ്ങനെ എന്തെല്ലാം. അതൊക്കെ സൗകര്യപൂർവ്വം നമുക്ക് മറക്കാം. ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം നേടിയ അയാളുടെ ഇച്ഛാശക്തിയെയും പുച്ഛിച്ചു തള്ളാം. കാരണം അയാൾ ഇന്നൊരു പ്രതിയാണ്. പക്ഷേ മറ്റൊരു കാര്യത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്താതെ വയ്യ. ദിലീപിനെ അറസ്റ്റ് ചെയ്ത ഉടനെ അയാളുടെ സ്ഥാപനങ്ങൾ അടിച്ചു തകർത്തു. അതിനാരാണ് മലയാളി നിനക്ക് അധികാരം തന്നത്? ഇതാണ് ചൊറുക്ക്. ഒന്നുമില്ലായ്മയിൽ നിന്ന് വല്ലതുമൊക്കെ ഉണ്ടാക്കിയവനോടുള്ള നല്ല ഒന്നാന്തരം ക്രിമികടി. ഒരവസരം കിട്ടിയപ്പോൾ അതങ്ങ് തീർത്തു. ദിലീപ് കുറ്റവാളിയാണെങ്കിൽ ഈ രാജ്യത്തെ നിയമം അനുശാസിക്കുന്ന ശിക്ഷ അയാൾക്ക് നൽകണം. കാരണം ചിന്തിക്കാൻ പറ്റാത്ത ഹീനകൃത്യം തന്നെയാണ് ചെയ്തത്. പക്ഷേ കുറ്റവാളിയാണെന്ന് മുദ്ര കുത്തേണ്ടതും ശിക്ഷ വിധിക്കേണ്ടതും കോടതിയാണ്, അല്ലാതെ നമ്മളല്ല. പാപമില്ലാത്തവർ കല്ലോ മെറ്റിലോ കരിങ്കല്ലോ എറിയട്ടെ. ദിലീപാണ് അത് ചെയ്തതെങ്കിൽ അവിടെ മറ്റൊരു വശം കൂടിയുണ്ട്. അത്രയും ക്രൂരമായ ഒരു പ്രവൃത്തി ചെയ്യാൻ അയാളെ പ്രേരിപ്പിച്ച കാരണങ്ങളും മനസ്സിലാക്കണം. അയാൾ ക്രിമിനലായതിന് പിന്നിലുള്ള ചേതോ വികാരം മനസ്സിലാക്കണം. വഴിയിൽ കൂടി നടന്നു പോകുന്ന ഏതോ ഒരാളെ വെറുതെ ചെന്ന് ഉപദ്രവിക്കേണ്ട കാര്യം അയാൾക്കില്ല. അയാൾ ഒരു മാനസിക രോഗിയല്ലാത്തതിനാൽ അങ്ങനെ ചെയ്യില്ലെന്ന് കരുതാം. അപ്പോൾ ഈ തെറ്റിലേക്ക് അയാളെ നയിച്ച വ്യക്തികളും സമൂഹവും ഇവിടെ പ്രതികളാണ്. മലയാള സിനിമയിൽ മീര ജാസ്മിൻ, നവ്യ നായർ, പത്മപ്രിയ, മമത മോഹൻദാസ്, നമിത പ്രമോദ് തുടങ്ങിയ എത്രയോ നായിക നടിമാരുണ്ടായിരുന്നല്ലോ. ഇവരോടൊന്നും ഇല്ലാത്ത ഒരു പ്രശ്നം എന്തിനാണ് ഈ നടിയോട് മാത്രം ദിലീപിനുള്ളത്? ഇവിടെ ദിലീപ് ആരോപിക്കുന്നത് ഈ നടി തന്റെ കുടുംബജീവിതം തകർത്തെന്നാണ്. സത്യമില്ലേ അതിൽ? പരദൂഷണം എന്നത് മലയാളിക്ക് ജന്മസഹജം ആയതുകൊണ്ട് അത് പറയാതെ നമുക്ക് ജീവിക്കാൻ വയ്യ. അല്ലെങ്കിൽ പിന്നെ സ്വന്തം കുടുംബകലയ്ക്കുള്ള വെറുതെ വിടണോ? ഇത് കേൾക്കുമ്പോൾ ചില സദാചാരവാദികൾ ചടകുടഞ്ഞെണീക്കുമെന്നറിയാം. കാവ്യമാധവനുമായുള്ള അവിഹിത ബന്ധമല്ലേ ഈ നടി പറഞ്ഞു കൊടുത്തതെന്ന് വേണമെങ്കിൽ പറയാം. ഹിതമോ അവിഹിതമോ ആകട്ടെ, അത് അയാളുടെ സ്വകാര്യതയല്ലേ. നീ എന്തിനാണ് മലയാളി അതിൽ തലയിടുന്നത്? എന്തായാലും പറഞ്ഞു രണ്ടുപേരെയും കൂടി നമ്മൾ രണ്ടു വഴിക്കാക്കി. എന്നിട്ടും എത്തിനോട്ടം തീർന്നില്ല. കാവ്യയെ കല്യാണം കഴിച്ചതോടെ വീണ്ടും സദാചാര പ്രസംഗം. ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ എന്ന മട്ടിൽ അതും കഴിഞ്ഞു. പിന്നറിയേണ്ടത് രണ്ടാനമ്മയും മകളും തമ്മിൽ വല്ല പ്രശ്നവുമുണ്ടോ എന്നാണ്. അതിന് നമ്മൾ അമേരിക്കയിൽ വരെ എത്തിനോക്കി. അവർ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നതാണെങ്കിൽ നമുക്ക് സഹിക്കൂല. അടിയിടണം, നിർബന്ധമാണ്. കഷ്ടം തന്നെ മലയാളീസ്. പിന്നെ നമ്മളെ സിനിമ ഇൻഡസ്ട്രിയിൽ ദിലീപാണ്. പിന്നെ എന്ത് വേണമെങ്കിലും പറയും. എന്നെ ബ്രദറിനെ പോലെ കണ്ടിട്ട് എന്തും പറയും. വിളിക്കുമൊക്കെ എന്താവശ്യം ഉണ്ടെങ്കിലും പറയണം. അങ്ങനെ അവരും കുറച്ച് സഹായങ്ങളെല്ലാം തന്നിട്ടുണ്ട്.